നമ്മളിപ്പോൾ കഴിയുന്നതെന്ന് വെച്ചാൽ AI യുഗത്തിലാണ്. അപ്പോൾ ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ടാസ്ക് കാര്യങ്ങളല്ല. അപ്പോൾ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡിങ് AI ചെയ്തോളും. എന്നാൽ ആ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ യൂസർക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നും അല്ലെങ്കിൽ യൂസർക്ക് നന്നായിട്ട് അതിനൊരു എക്സ്പീരിയൻസ് നൽകുമെന്നും തീരുമാനിക്കുന്ന ഡിസൈനേഴ്സാണ്. അതുകൊണ്ട് UI UX ഇപ്പോൾ നല്ല ഡിമാൻഡുള്ള ഒരു കാര്യമാണ്. അതെ, ഇക്കാലത്ത് ഈ ലാപ്ടോപ്പിനേക്കാളും ആൾക്കാർ യൂസ് ചെയ്യുന്നത് മൊബൈലാണ്. സോ യൂസേഴ്സിന് ഒരു സോഫ്റ്റ്വെയർ അഡാപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു UXൻ്റെ ആവശ്യം എന്തായാലും ഉണ്ട്. സോ അതിപ്പം ഏത് ആപ്പ് എടുത്താലും സെയിം സിനാരിയോ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ആളുകളുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ആപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങി, അത് കുറേ സമയത്തിനുള്ളിൽ നമ്മുടെ കാര്യം നടന്നില്ലെങ്കിൽ നമ്മൾ ആ ആപ്പിലൊരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഡിസൈൻ എന്ന് പറയുന്നത് ഡിസൈൻ ഈസ് ഈക്വൽ ടു റവന്യൂ എന്നുള്ള ഒരു ഇക്വേഷൻ തന്നെ പറയുന്നത്. കാരണം ഒരു പ്രൊഡക്റ്റ് യൂസറിന് യൂസ്ഫുൾ ആയിട്ട് വന്നില്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ആൾക്കും അത് യൂസ് ചെയ്യുന്ന ആൾക്കും ബെനിഫിഷ്യൽ അല്ല. അതുകൊണ്ടാണ് നല്ലൊരു ഡിസൈൻ എന്ന് വേണ്ടത് നല്ല റവന്യൂ ജനറേറ്റ് ചെയ്യുമെന്ന് പറയാം. പലരും ചോദിക്കാറുണ്ട് ഈ എയുടെ വരവോടുകൂടി ഡിസൈനേഴ്സിൻ്റെ എല്ലാം പണി പോകുന്നു. ഇതിനെപ്പറ്റി ബ്രോയ്ക്ക് എന്താണ് പറയുക? എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും ഡിസൈനേഴ്സിനെ റീപ്ലേസ് ചെയ്യില്ല. അറിയുന്ന ഡിസൈനേഴ്സ് അറിയാത്ത ഡിസൈനേഴ്സിനെ റീപ്ലേസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഭംഗി കൂട്ടൽ മാത്രമല്ല. അതിനകത്ത് ഇപ്പോൾ ഭംഗി കൂട്ടുന്ന ഭാഗമായിട്ടുള്ളത് നമ്മുടെ ഇമേജ് ജനറേറ്റ് ചെയ്യുക, കണ്ടന്റ് റൈറ്റ് ചെയ്യുക, ഇമേജ് ക്രോപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നാൽ നമ്മുടെ മനുഷ്യൻ്റെ എമ്പതി എന്ന് പറയുന്നുണ്ടല്ലോ, മനുഷ്യൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കി വർക്ക് ചെയ്യുക, അത് തീർച്ചയായിട്ടും കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല. അത് ഹ്യൂമന് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് യൂസ് ചെയ്യുന്ന ഡിസൈനേഴ്സ് നല്ല ഫ്യൂച്ചർ ഉണ്ടെന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ആക്ച്വലി നമ്മളെ ഒരു ഹൈബ്രിഡ് തിങ്കേഴ്സ് അതെ, പറയാം. തീർച്ചയായിട്ടും. ലൈക്ക് ഒരു ഡിസൈനർ അറിയുന്ന ഒരാളും അതേപോലെ തന്നെ സെയിം ഒരു കോഡിങ് ലോജിക്ക് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. സോ അപ്പം അതേപോലെ തന്നെ ഇപ്പോഴത്തെ ആ ഒരു ലേണിംഗ് പാത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഴ്സുകൾ വേണമായിരുന്നു, ഡിഗ്രീസ് വേണമായിരുന്നു. പക്ഷേ ഇന്ന് ആക്ച്വലി നമുക്ക് വേണ്ടത് ഒരു സ്ട്രക്ചേർഡ് ലേണിംഗ് ആണ്. തീർച്ചയായും സ്ട്രക്ചർ ലേണിംഗ് തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചുറ്റുമുള്ളൊരു നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ പറ്റി പഠിക്കുക. ഇപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യുമ്പോഴാണ് നമുക്കത് ഒരു യൂസ് ചെയ്യുന്നതും മടുക്കുന്നതും നമ്മൾ പഠിക്കുക. അപ്പോൾ ആ ഒരു പ്രോബ്ലമാണ് നമ്മൾ അതിനെ എന്താണ് പ്രോബ്ലം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മൾ ടൂൾസിലേക്ക് കാണുന്നത്. പിന്നീട് ഫിഗ്മ പഠിക്കുക.